ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി കറി. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പമാണ്. വളരെ പ്രത്യേകതയുള്ള ഇടിയപ്പമാണ്. ഒപ്പം നൂലപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ 2 ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്പിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആവി വരുന്നുണ്ട്. അപ്പോൾ ഈ ഗോതമ്പൊടി ഞാൻ ഇവിടെ ഇതിൽ ആവി കയറ്റാനായിട്ട് വെക്കുകയാണ്. അങ്ങനെ ഒരു 15 മിനിറ്റോളം ആവി കയറ്റണം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് വാങ്ങി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കട്ടയായിട്ടായിരിക്കുന്നത്. ഇനി ഈ കട്ടയെല്ലാം ഉടയ്ക്കണം. നമ്മൾ കൈ കൊണ്ടോ സ്പൂണോ കൊണ്ട് ഉപയോഗിച്ച് നമ്മളിത് ഉടയ്ക്കണം. പൊടിക്ക് ഒരു ചെറിയ ചൂടുണ്ടാകും, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് കൈകൊണ്ട് അത് തൊടാം, പൊടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് കട്ടയൊന്നും പാടില്ല, നന്നായിട്ട് ഉടച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഉടച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 ഗ്ലാസ് ഗോതമ്പൊടിക്ക് ഞാൻ 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ ഉപ്പും 1 സ്പൂണ് വെളിച്ചെണ്ണ ഇട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് ഞാനിപ്പോൾ ഇത് ഇനി കുഴയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഓരോ ഗോതമ്പൊടിയുടെ ഇതനുസരിച്ച്, ഓരോ പാക്കറ്റിൻ്റെ ഇതനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും ഈ വെള്ളത്തിൻ്റെ ആവശ്യം. അപ്പോൾ നമ്മൾ കുറച്ചായിട്ടാണ് ഇത് കുഴയ്ക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളം കുറച്ചൊഴിച്ച് ഞാൻ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ നിന്നത് 4 സ്പൂണ് ഇപ്പോൾ ഇവിടെ മെച്ചമുണ്ട്. അതെനിക്കിനി വേണ്ട, നല്ലതായിട്ട് എനിക്ക് അത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ പൊടിയുടെ കണക്കനുസരിച്ച് വെള്ളത്തിൻ്റെ ആവശ്യം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് കുറേശ്ശെ ആഡ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ കുഴച്ച് കിട്ടിയിട്ടുണ്ട്. കുഴച്ച് കണ്ട് ഇങ്ങനെ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടുക. നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ചപ്പാത്തി കുഴക്കുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ചെറുതായിട്ട് എണ്ണ തടവിയിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് സേവനാഴിയിൽ മാവ് എടുത്തിട്ട് ഇതിലോട്ട് പീച്ചി ഇറക്കുന്നുണ്ട്.
അപ്പോൾ എനിക്ക് ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്ക് നന്നായിട്ടിത് നല്ല സ്മൂത്തായിട്ടിത് കറക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി കറക്കുന്ന സമയത്ത് ഇതിനകത്ത് എന്തൊരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ അതിനകത്ത് വെള്ളത്തിൻ്റെ കുറവായിരിക്കും. അപ്പോൾ ചെറിയ ചൂടുവെള്ളം 1-2 സ്പൂൺ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മയപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ എടുത്ത് ഞാൻ ആവിയേറ്റി ഇടിയപ്പം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നൂലപ്പോടെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പാത്രത്തിൽ എണ്ണ അടവിയിട്ടുണ്ട്, അതിലോട്ട് ഇത് വീച്ചി ഇറക്കുന്നുണ്ട്. നമ്മൾ ഗോതമ്പ് പൊടി വറുത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കത്തില്ലേ, അതിനെക്കാട്ടി നല്ല ഈസിയാണ് ഈ രീതിയിൽ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല ഈസിയായിട്ട് നമുക്കിത് ഇതിനകത്ത് ഈ സേവനാഴിയിട്ട് ഇത് കറക്കി എടുക്കാൻ പറ്റും. ഭയങ്കര സോഫ്റ്റാണ്. നിങ്ങളിത് ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കി ഉടനെ തന്നെ നമ്മൾ ഒരു കാസറോളിലിട്ട് അടച്ചു വെക്കണം, അല്ല ഇത് ഡ്രൈ ആയി പോകും. സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടച്ചു വെക്കത്തില്ലേ, ഒരു കാസറോളിലിട്ട് അടച്ച് അതുപോലെ ചെയ്യണം. അങ്ങനെ പൂ പോലിരിക്കുന്ന ഇടിയപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അതിൻ്റെ നൂലപ്പം കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നു. പൂ പോലിരിപ്പുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.